ചിലരൊക്കെ വിചാരിച്ചത് ഞാൻ ഇനി ഇവിടെ വരുത്തില്ലെന്നാണ്. അതെ അതെ അതെ, കണ്ടം വഴി ഓടി എന്നൊരു കരക്കമ്പിയാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ആ കമ്പി നാലായി മടക്കി. സുഹൃത്തുക്കളെ, ഞാൻ മുടിയൊക്കെ വെട്ടി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി. അതിന് അതായത് സുഹൃത്തുക്കളെ, രൂപമാറ്റം വരുത്തി എന്ന് സാരം. ഇനിയും ഇമ്മാതിരി ന്യായീകരിച്ച് നടന്ന എവിടെന്നെങ്കിലും അടി കിട്ടുമെന്ന് എല്ലാവർക്കും അറിയാം. വിളിപ്പിച്ചെന്റെ കാര്യം പറ. തന്റെ സൗന്ദര്യം ഒന്ന് ആസ്വദിക്കാൻ വിളിപ്പിച്ചത്. ഫോട്ടോ അയ്യോ, എന്റെ ആവശ്യമില്ല. എന്നാ പിന്നെ വാ, സെൽഫി എടുക്കാം. വിളിച്ചിട്ട് വരുത്തിയ ആളെ കളിയാക്കുന്നേ ഏടോ, എന്താട്ടോ? CPM-മായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സംസാരിക്കാനായിരുന്നു. താങ്കൾക്ക് സമയമുണ്ടാകും? ഞങ്ങളുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു നിന്നുള്ള നിങ്ങൾ എന്തൊക്കെ ചർച്ച ചെയ്യുന്നു? അയ്യോ, പാർട്ടിയുമായി ബന്ധപ്പെട്ട പാർട്ടിയിലെ ചില കുറ്റങ്ങളെ ചൂണ്ടിക്കാണിക്കാനായിരുന്നു. അയ്യോ, അത് തന്നെ ചൂണ്ടി വിരലിൽ ചൂണ്ടിക്കാണിച്ചത് ഇപ്പൊ മൂലയ്ക്ക് പോയിരിക്കുന്നത് കേട്ടോ. അതിനെക്കുറിച്ച് കൂടുതലൊന്നും സംസാരിക്കണ്ട. അല്ല, നിങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ, നിങ്ങൾ എന്ത് തോറ്റു എന്നുള്ളൊരു ഒരു പഠനം നടത്താൻ പോവുകയാണെന്ന് അറിഞ്ഞല്ലോ, ശരിയാണോ? അതെ, നമ്മൾ തോറ്റത് എന്തിനാണെന്നല്ല, അങ്ങനെ തോറ്റതിന്റെ കാരണത്തെ കുറിച്ച് പഠിക്കാൻ ഒരു സമിതിയെ രൂപീകരിച്ചിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ചുരുക്കി പറയാൻ പറ്റും എന്തുകൊണ്ട് തോറ്റു എന്നുള്ളത്? ലളിതമായി പറയാൻ അറിയുള്ളൂ. താത്വികമായ അവലോകനത്തിലൂടെ കൂടി മാത്രമേ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. ഞങ്ങളുടെ ഒറ്റ ലൈനിൽ പറഞ്ഞെന്നാലോ? ധാർഷ്ട്യം, നിങ്ങളുടെ ധാർഷ്ട്യം. നാഴേക്ക് 40 വട്ടം ഞാൻ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതിപ്പോ ഞാൻ മാത്രമല്ല, ബിഷപ്പുമാരും സംസ്ഥകളും അതുപോലെ തന്നെ പലരും ഇത് പറയുന്നുണ്ട്. എന്തിനാ CPI വരെ പറയാൻ തുടങ്ങി. ബിഷപ്പിലേക്ക് വരാം. മാർ കൂർലോസ് എന്തിനാ അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത്? മാർ കൂർലോസിനെതിരെ എന്തിനാ പിണറായി വിജയൻ അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത്? ആദ്യം തുടക്കമിട്ടത് ആരാണ് എന്ന് പറഞ്ഞ് ഒരു വിവരക്കേട് പറയുന്നവരെ നമ്മൾ വിവരദോഷി എന്ന് തന്നെയാണ് പറയുന്നത്. എടോ, വിവരദോഷി എന്നൊക്കെ അങ്ങ് വീട്ടിൽ പോയി അങ്ങ് പറഞ്ഞാ മതി. അല്ലാതെ ഇമ്മാതിരി ഞാനൊന്നും പറയുന്നില്ല. ഞാൻ വേണ്ട കേട്ടോ. ഞാൻ തോറ്റതിന്റെ കാരണം എല്ലാ കാലത്തും കോവിഡും പ്രളയവും ഒന്നും രക്ഷിക്കാൻ വരത്തില്ലെന്ന്. അപ്പൊ പിതാവെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. എന്താണ് പറഞ്ഞു വെച്ചത്? ഇനിയും പ്രളയവും കോവിഡും ഒക്കെ ഉണ്ടാവണമെന്നാണോ? അതുകൊണ്ടാണ് മുഖ്യമന്ത്രി വിവരദോഷി എന്ന് വിളിച്ചത്. എടോ, പ്രളയവും കോവിഡിലും നിങ്ങൾ അങ്ങോട്ട് മറക്കുകയായിരുന്നല്ലോ. അല്ല, ഈ അതെ ഓടി നടന്ന് ഇവർ പൈസ കൈയിട്ട് വരികയായിരുന്നു, സുഹൃത്തുക്കളെ കൈയിട്ട് വരികയായിരുന്നു എന്ന് പറയാൻ നിങ്ങൾ ചിലപ്പോൾ അത് നിഷേധിക്കുമായിരിക്കും. പക്ഷെ ഇവിടെ ജനങ്ങൾ കണ്ടതാണ്, അറിഞ്ഞതാണ്, എല്ലാ സംഭവ വികാസങ്ങളും അനുഭവിച്ചറിഞ്ഞതുമാണ്. അതുകൊണ്ട് വിവരദോഷി ഇവിടെ ആരാണെന്ന് ജനത്തിന് മൊത്തം അറിയാം. പറഞ്ഞു വരുന്നത് അതൊന്നും അല്ല സുഹൃത്തെ. പറഞ്ഞു വന്നത്, നിങ്ങൾ ഇനിയിപ്പോ CPI വരെ തള്ളിപ്പറയാൻ തുടങ്ങി. മര്യാദയ്ക്ക് പിണറായി വിജയ രാജിവെച്ചോ, അതാണ് നിങ്ങൾക്ക് നല്ലത്. നിങ്ങളുടെ ധാർഷ്ട്യം കൊണ്ട് മാത്രമാണ് കൂനുമേ കുരു പോലെ ഓരോ ദിവസവും ഓരോ സംഭവ വികാസങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പച്ചയ്ക്ക് പറഞ്ഞിട്ടും മനസ്സിലാക്കാൻ കഴിയില്ലെങ്കിൽ ഇനി നമുക്ക് ഒന്നും പണയാനും ഇല്ല. പണയണ്ട കൂടുതൽ, അങ്ങോട്ട് മാറി. സുഹൃത്തുക്കളെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കുമെന്ന് ഇവിടെ ആരും മനക്കോട്ട കെട്ടാനൊന്നും നിൽക്കണ്ട, നടക്കാൻ പോകുന്നില്ല. അതെ, ചവിട്ടി ഇറക്കിയാലും ഇറങ്ങില്ല എന്ന് പറഞ്ഞ മറ്റേ ആ ഇത്തൽ കണ്ണി പിടിച്ചിരിക്കുന്ന പോലെ പിടിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി. പിന്നെ CPI നമ്മളെ ഉപദേശിക്കാനൊന്നും വരണ്ട കേട്ടോ. അതിനൊന്നും നിങ്ങൾ വളർന്നിട്ടില്ല. CPI BJP-യിലേക്ക് പോയാൽ പോയിട്ട് വേണമല്ലോ. അന്ന് അവര് കാലുവച്ച് കരയും. നോക്കിയിരുന്നോ? പറഞ്ഞേക്കാം, CPI അതുകൊണ്ട് നമ്മളെ തിരുത്താറൊന്നും ആയിട്ടില്ല കേട്ടല്ലോ. അല്ല, ഇവരെയൊക്കെ ആര് തിരുത്തുന്നു? ആരെങ്കിലും തിരുത്തിയാൽ തന്നെ ഇവരങ്ങ് തിരിയാൻ റെഡിയായി നിൽക്കുന്ന ആൾക്കാരാണോ? അല്ലെങ്കിൽ തന്നെ ആര് പറഞ്ഞാലും എല്ലാം ഇവര് മാത്രമാണ് ശരി, എല്ലാം ഇവര് ചെയ്യുന്നതെല്ലാം ശരിയാണ്. തിരുത്താൻ ചെയ്യുന്ന ശരിയായ കാര്യങ്ങളെ ഞങ്ങൾ ചെയ്യാറുള്ളൂ. അല്ലെ? അതെ അതെ അതെ, ശരിയായ എല്ലാം ആരോഗ്യം വരും, എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ ഇപ്പൊ എല്ലാം ശരിയായിരിക്കല്ലേ. ഇനി ഇതിക്കുള്ള എന്താ ശരിയാക്കാനുള്ളത്? സുഹൃത്തുക്കളെ, ഞാൻ പറയട്ടെ, പറഞ്ഞോ. ഇപ്പൊ 8 വർഷമാകുന്നു ഭരണത്തിലേറിയിട്ട്. അതെ അതെ, നിങ്ങൾക്ക് എന്താണ് ഒരു കുറവുണ്ടായത്? കുറവുകളേ ഉള്ളൂ. ജനങ്ങൾ തന്നെയാ പറയുന്നേ, കുറവുകളേ ഉള്ളൂ. ഞാനും ആ ജനത്തിൽപ്പെടുന്ന ഒരാൾ തന്നെ. കുറവുകളേ ഉള്ളൂ. അത് ഈ മുഖ്യമന്ത്രിക്കായിരുന്നാലും ശരി, ബാക്കി മന്ത്രിമാർക്കായിരുന്നാലും ശരി, ഭരണത്തിനായിരുന്നാലും ശരി, കുറവുകളേ ഉള്ളൂ. പിന്നെ ഒരു വിഭാഗം ആൾക്കാർക്ക് നല്ലത് വന്നിട്ടുണ്ട്, ഇല്ല എന്ന് പറഞ്ഞൂടാ അല്ലെ? ആ വിഭാഗമാണ് ക്ലിഫ് ഹൗസിനകത്തുള്ള വിഭാഗം. ആ വിഭാഗത്തിന് നല്ലത് വന്നിട്ടുണ്ട്, ഇല്ല എന്ന് ഒരിക്കലും പറഞ്ഞോളൂ. ദേവദോഷം പറഞ്ഞൂടാ. അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞാൽ ദേവദോഷം കിട്ടും. പറഞ്ഞോളൂ, ഇനി പറഞ്ഞോളൂ. പിന്നെ തനിക്ക് വല്ല നേട്ടം ഉണ്ടായിട്ടുണ്ടോ?
വെറുതെ വായിലെ വെള്ളം പറ്റുകയെന്നല്ല. തനിക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടായിട്ടുണ്ടോ? സുഹൃത്തുക്കളെ, അങ്ങനെ ഒരു നേട്ടത്തിന് വേണ്ടിയല്ല ഞാൻ ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നത്. അതെ, ജനങ്ങളുടെ നേട്ടവും വേണം, ജനങ്ങൾക്കും നേട്ടം ഉണ്ടാകരുത് അല്ലേ? ഈ പ്രസ്ഥാനം ഞങ്ങളുടെ ചോരയിൽ അലിഞ്ഞു ചേർന്നതാണ്. അയ്യോ, ആ ചോര ഒന്ന് കാട്ടട്ടെ. അതുകൊണ്ട് തന്നെ എന്റെ പാർട്ടിക്ക് നേരെ വരുന്ന ഏത് ഒളിയമ്പ് ഇയാൾ നെഞ്ചും വിരിച്ച് നേരിടും. നേരിടും. അതെ, ഞങ്ങളെ പോലുള്ള യുവരക്തങ്ങളെ ചവിട്ടിയിട്ടേ ഈ പ്രസ്ഥാനത്തെ തകർക്കാൻ നിങ്ങൾക്ക് സാധിക്കും. എന്നാ പിന്നെ ചവിട്ടണ്ട, അവിടെ ചവിട്ടിട്ട് തന്നെ പോകുന്നത്. ഇയാളുടെ പ്രസ്ഥാനം ഒരു 2 സെന്റൻസ് കൊണ്ട് കാണാപ്പടം പഠിച്ചു വെച്ച് നാഴിക്ക് 40 തൊട്ട് യുവരക്തം എന്നല്ലാതെ ഇയാൾ എന്തെങ്കിലും പറഞ്ഞ് നിങ്ങൾ ആരും കേട്ടിട്ടുണ്ടോ? സുഹൃത്തുക്കളെ, പറഞ്ഞല്ലോ, മാർ കൂറിലോസ് ആണ് വിവാദത്തിന് തുടക്കമിട്ടത്. മുഖ്യമന്ത്രി അതിന് മറുപടി കൊടുത്തു, തക്കതായ മറുപടി. അതെ, ഇനിയും ഇതുപോലുള്ള ആദ്യം നിങ്ങള് എന്തുകൊണ്ട് തോറ്റു എന്ന് പഠിക്ക്. തോറ്റു എന്ന് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും, കൂടെ നിർത്തേണ്ടവരെ നിർത്താൻ ആദ്യം പഠിക്കണം എന്ന്. അല്ലാതെ ഇമ്മാതിരി മറ്റേ വർത്തമാനം പറഞ്ഞ് അവരെ പുറകെ പോയി കഴിഞ്ഞാൽ അവർ അകന്ന് വേറെ എവിടെയെങ്കിലും ചെന്ന് കേറും കേട്ടോ. ആദ്യം ഈ പ്രേമം ഒന്ന് കുറയ്ക്കും, ഒരു വശത്തോട്ട് മാത്രമുള്ള പ്രേമം കേട്ടോ. ഈ പ്രീണനം ആദ്യം കൂടെ നിർത്താൻ പഠിക്കുക ആൾക്കാർ. വർഗീയത കുറയ്ക്കുക കേട്ടോ. എങ്ങനെ വർഗീയത കുറച്ച് സംസാരിക്കണം. എല്ലാവരെയും ഒരുപോലെ കാണാൻ പഠിക്കണം. എങ്ങനെയാ? എല്ലാവരെയും ഒരുപോലെ കാണാൻ പഠിക്കണം. അതാണ്, ഒരുപോലെ കാണാൻ പഠിക്കണോ. അതായത് സമസ്തയുടെ മുഖപത്രം താങ്കൾക്ക് അറിയാമോ? സമസ്തയുടെ മുഖപത്രം സുപ്രഭാതം. ആ മുഖപത്രത്തിനകത്ത് ഒരു കാര്യം എഴുതിയിരുന്നു. പിണറായി വിജയൻ മുതൽ SFI വരെയുള്ള ആളുകളുടെ ധാർഷ്ട്യവും ഇത്തരവും മനോഭാവം തന്നെയാണ്, ഭരണവിരുദ്ധ വികാരം തന്നെയാണ് കേരളത്തിൽ ആഞ്ഞടിച്ചത് എന്ന്. എന്തേ അതിന് മറുപടി കൊടുത്തില്ല? എന്തേ മിണ്ടാട്ടം വിട്ടിയോ, അല്ലെങ്കിൽ മിണ്ടാട്ടം മുട്ടിയോ, അല്ലെങ്കിൽ വായി പിരിവെട്ടിയോ? അപ്പോഴേക്കും എന്റെ കുർലോസിന് മാത്രം ഇത്രയും ഇതില് മറുപടി കൊടുക്കാൻ ഇത്ര ആവേശം എന്തായിരുന്നു? അല്ല, ഈ വർഗീയത പറയുന്ന ഇവരാണ്. ഇതാണ് ഞാൻ പറയുന്നത്, എല്ലാവരും ഒരുമിച്ച് കൂടെ നിർത്താൻ ശ്രമിക്കുക. അല്ലാതെ ഒരാളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മറ്റൊരാളെ ചേർത്ത് പിടിക്കുമ്പോഴേ ആ തള്ളിപ്പറയുന്ന സംഭവ വികാസങ്ങൾ പോയി വേറെ എവിടെയെങ്കിലും കൂടിച്ചേർന്ന് അതൊരു വലിയ മഹാസംഭവമായി മാറാനുള്ള സാധ്യത. തൃശ്ശൂരിലെ വോട്ടുകൾ എവിടുന്ന് വന്നെന്ന് അറിയാലോ? അല്ല, തൃശ്ശൂരിലെ വോട്ടുകൾ എവിടുന്ന് വന്നെന്ന് അറിയാലോ? ഈ ക്രൈസ്തവരുടെ വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് സഹമന്ത്രി ഒരെണ്ണത്തിന് ഇറക്കിയത് നമുക്കറിയാം. എന്ത് പിടിച്ചില്ലേ? പിടിച്ചില്ല, ഇവർക്ക് അങ്ങോട്ട് പിടിച്ചില്ല. ഇപ്പൊ കേന്ദ്രമന്ത്രി ആകുമെന്ന് പറഞ്ഞു പോയതാ. സുരേഷ് ഗോപി സഹമന്ത്രിയിൽ ഒതുങ്ങി നിൽക്കുക. മൂപ്പരിപ്പൊ പിണങ്ങി നിൽക്കുക. വല്ല കാര്യം ഉണ്ടായിരുന്നു? ഈ നാളെ കണ്ട വല്ല കാര്യം തൃശ്ശൂർകാർക്ക് സമാധാനം ആയല്ലോ. എന്താ അവര് കേന്ദ്രമന്ത്രി എടോ, ഒരു കേന്ദ്രമന്ത്രി ആയിരുന്നു, ഒരു സഹമന്ത്രി ആയിരുന്നു, ഒരു MP ആയിരുന്നാലും ഇതൊന്നും ആകാതെ ഇരുന്നിട്ടും ഈ പറയുന്ന സുരേഷ് ഗോപി അവിടെ ചെയ്ത കൂട്ടി കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും വ്യക്തമായി അറിയാം. അത് നല്ല പോലെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് തൃശ്ശൂരിലെ ജനങ്ങൾ അദ്ദേഹത്തിനിട്ട് കുത്തിയത്. അത് എങ്ങനത്തെ കുത്താണെന്ന് ഇയാൾക്ക് നന്നായിട്ട് അറിയാം. അങ്ങോട്ടിരുന്ന് മാറിയിരുന്ന് കളഞ്ഞത് ആരാന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ട് ഇമ്മാതിരി ഡയലോഗ് അടിക്കേണ്ട ആവശ്യമില്ല. സഹമന്ത്രിയോ കേന്ദ്രമന്ത്രിയോ ഒരു സീറ്റ് പോലും ഇല്ലാത്ത നിങ്ങൾ ഈ കിടന്ന് തിളയ്ക്കുന്ന ഒരു സീറ്റ്, അതെ, ആ കനൽത്തരി മാത്രമുള്ള എന്തിനാ ഈ കിടന്ന് തിളയ്ക്കുന്നത്? മനസ്സിലാവുന്നില്ല. ആദ്യം മനസ്സിലാക്കേണ്ടത്, സഹമന്ത്രിയിൽ നിന്ന് ക്യാബിനറ്റ് മിനിസ്റ്റർ ആയി കഴിഞ്ഞാല് കേരളത്തിൽ ഒരു കേന്ദ്രമന്ത്രി അത് വേണം ആലോചിക്കാൻ. അല്ലാതെ BJPയിലെ മന്ത്രി അല്ലെങ്കിൽ അവിടത്തെ കേന്ദ്രമന്ത്രി അല്ലെ ഇവിടത്തെ കേന്ദ്രമന്ത്രി അല്ല, മലയാളി ആയിട്ടുള്ള കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി. അങ്ങനെ പറഞ്ഞി വെറുതെ ഒരു കസേര കൊടുത്തു മൂലക്കിരുത്താനായിട്ട്. തൃശ്ശൂരുകാരെ കയ്യിലെടുക്കണം, കുറച്ച് ക്രിസ്ത്യാനികൾക്കിടയിൽ ഒന്ന് വരവണം. അതായത് ഈ CPM-ലെ കൺവീനർ സ്ഥാനം ഇപ്പോ എങ്ങനെയാണോ അതേപോലെ മൂലക്കിരുത്താണോ ഉദ്ദേശിച്ചത്? അപ്പോ രണ്ട് സഹയെങ്കിലും ഉണ്ട് എന്നതാണ് അവിടെ ശ്രദ്ധേയം. അല്ല, 2 സഹയുണ്ട്. പ്രതിപക്ഷത്ത് നമ്മുടെ രാഹുൽ ഗാന്ധി വരുന്നുണ്ട്, അവർ രണ്ടുപേരും സേഫ് ആണ്. അല്ല, നിങ്ങളിത് എന്ത് കണ്ടിട്ടാണ് തുള്ളുന്നത് മനസ്സിലാവുന്നില്ല. ഇപ്പൊ ഈ 2 സഹ എന്നൊക്കെ പറയുന്നുണ്ടല്ലോടോ, ആ മൈൻഡ് നോക്കണോ, ആ ബ്രെയിൻ, ആ പോടോ, ആ ഇന്റലിജന്റ് മൈൻഡ് നോക്കണോ. എന്തുകൊണ്ടാ തോമസ് കുര്യനെ സഹമന്ത്രിയാക്കിയെന്ന്, ജോർജ് കുര്യനെ സഹമന്ത്രിയാക്കിയെന്ന്? അതാ പറഞ്ഞ 2 സഹ.
രണ്ട് സഹ. വിക്ടറി, വി ഫോർ വിക്ടറി. രണ്ട് സഹ. അതെ, രണ്ട് സഹ. ബിജെപിക്ക് രണ്ട് സഹ കേരളത്തിൽ നിന്ന്. കേരളത്തിൽ നിന്ന് രണ്ട് സഹ. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ചിരി വരും. ജോസ് കെ മാണി ബിജെപിയിലോട്ട് പോവാണെന്ന് പറഞ്ഞപ്പോ ഇവിടെ ആരോ കിടന്ന് കളയുന്നുണ്ടായിരുന്നല്ലോ. എന്താ പോയാലെന്താ, അത് ശരിയാ. ചില സത്യങ്ങൾ പറയാൻ മാത്രമേ ഉള്ളൂ പത്രക്കാർക്ക്. പടച്ചിട്ടോണ്ടിരിക്കുന്നത് പിണറായി വിജയനെ പാർട്ടിയിൽ ഒഴിവാക്കുന്നു, അടിച്ചമർത്തുന്നു, പിണറായി വിജയന്റെ കാലം കഴിഞ്ഞു എന്നൊക്കെ. സത്യമല്ലേടോ? എടോ അത് സത്യമല്ലേടോ? വിദൂരമായ സത്യമല്ലേടോ? പറയടോ സത്യമല്ലേടോ? ഇനി കൂടുതൽ ചോദിച്ചില്ല സത്യം പറയാം. സുഹൃത്തുക്കളെ രണ്ട് സഹ അവിടെ ഇരിക്കും. രണ്ട് സഹ അവിടെ ഇരിക്കുന്നുണ്ട് സുഹൃത്തുക്കളെ. ഒരു സഹയും സഹ പോയിട്ട് സാ പോലും ഇല്ലാത്ത, സഖാവിന്റെ സാ പോലും ഇല്ലാത്ത ടീമുകളാണ്, സഖാവിന്റെ സാ പോലും ഇല്ലാത്ത ടീമുകളാണ് ഈ കിടന്ന് വെപ്രാളം കാണിക്കുന്നത് എന്ന് ഓർക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പണ്ട് നാട്ടിലൊരു ഒരു പഴഞ്ചൊല്ലുണ്ടായിരുന്നു. എന്താണ്, നഖമില്ല വിരലില്ലാത്തവൻ കൈയില്ലാത്തവനെ കുറ്റം പറയുന്നത്, കൈയില്ലാത്തവന് വിരലില്ലാത്തവൻ കുറ്റം പറയുന്നു. അങ്ങനെ എന്തോ ഒരു സംഭവം. എത്ര സഹയായിരുന്നാലും ഉണ്ടോ സഹ ഉണ്ടോ? എടോ അതിനിപ്പോ എന്താണ് കുഴപ്പം? ഇയാൾക്ക് എന്തോ വെച്ചോ? ഇയാൾക്ക് എന്തോ പ്രാന്തായോടോ? എന്നാലും നിങ്ങൾ ഇങ്ങനെ സഹ കൊടുത്ത് ഒതുക്കാൻ പാടില്ല മനുഷ്യനെ. ആ മനുഷ്യനെ നിങ്ങൾ സഹ കൊടുത്ത് ഒതുക്കാൻ പാടില്ലായിരുന്നു. മൂപ്പര് കരച്ചിലാണ്. ഇവിടെ ഗൾഫ് ഹൗസിൽ കിടന്ന് ആരാണ് കിടന്ന് കരയുന്നത്? ആദ്യം ഒരിക്കൽ പറഞ്ഞു 20 നമുക്ക് കിട്ടും, പിന്നെ പറഞ്ഞു 20-12 നമുക്ക് കിട്ടും, പിന്നെ പറയുന്നു ഇത് ഇങ്ങനെയല്ല, അങ്ങനെയാണ്. അതെ, ഓരോരുത്തർ മറ്റൊരു സ്ഥലത്ത് കൊടുക്കും. പക്ഷെ ഗീർവാണൊന്നും അങ്ങനെ അല്ലായിരുന്നല്ലോ. അല്ല, കിട്ടുന്നവർക്ക് അസൂയ പിടിച്ചിട്ട് കാര്യമില്ല. അയ്യോ എന്തിനാ ഇയാൾ എന്തായാലും 7 അയലത്ത് ഇയാൾക്ക് ഇപ്പൊ സുരേഷ് സഹയെ കാണാനല്ല പോവാൻ ആക്രാന്തം. ഈ നമ്മുടെ പിണറായി വിജയനെ എല്ലാരും കൂടെ AK സെന്ററിൽ ഇട്ട് വളഞ്ഞിട്ട് അടിക്കുന്നുണ്ട് എന്നുള്ളൊരു വിവരം കിട്ടി. അത് കാണാൻ പോവാനാണ് ഇയാളുടെ ഇത്രയുള്ള വെപ്രാളം നമുക്ക് മനസ്സിലായി. ശരി സുഹൃത്തുക്കളെ, സാ പോലില്ലാത്ത ടീമാ. ശരി.